എന്നതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, സമസ്തയുടെ സ്ഥാപകനായിരുന്ന ബാഅലവി അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഹാമിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവർഗയുടെ പ്രത്യേകതയാണ്. കോഴിക്കോട് കടപ്പുറത്ത് കോയ റോഡ് എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. ആ കോയ ബഹുമാനപ്പെട്ട ബാഅലവി വരക്കൽ മുല്ലക്കോയയാണ്. വളരെ പ്രൗഢിയോടുകൂടി ജീവിച്ചൊരു മഹാനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അറക്കൽ രാജവംശത്തിലെ രാജകുടുംബത്തിൻ്റെ തീരുമാനങ്ങളിലും നടപ്പെടുപ്പ് രീതികളിലും ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലായിരുന്നു മഹാനവറുകളുടെ ഒരു ഡ്യൂട്ടി. മറ്റൊരു ജോലി ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തുള്ള മുസ്ലിം രാജാക്കന്മാരുമായി അറബിയിലും ഉറുദുവിലും പേർഷ്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും കത്തിടപാടുകൾ നടത്തലായിരുന്നു. മലബാർ മാനുവൽ എന്ന സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുള്ള വില്യം ലോഗന് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഭാഷാന്തരം ചെയ്തു കൊടുത്തത് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. ഭാഷാ പണ്ഡിതൻ കൂടിയാണ്. ഇൽമും സിയാദത്തും ഒരുമിച്ച ആൾ. സയ്യിദുമാണ്, ആലിമുമാണ്. അങ്ങനെ അപൂർവ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിലൊരാളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആലിമുമായിരിക്കുക, സയ്യിദുമായിരിക്കുക, അങ്ങനത്തെ വേറൊരാളുണ്ടായിരുന്നു മഹാനായ സയ്യിദുന ഇമാമുന ശാഫഈ. ആലിമുമാണ്, സയ്യിദുമാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആലിമുമാണ്, സയ്യിദുമാണ്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ വകുന്ത ശംസൻ വബദ്റൻ നൂറൻ ഇൽതമഅ അന്തൽ അഹഖു ലിതുദ്അ മുഹിയുദ്ദീൻ. ഒരേ സമയം സയ്യിദുമാണ്, ആലിമുമാണ് ഗൗസുൽ ആദം. അങ്ങനെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു, മഹാനായ സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി. ചരിത്രത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ അപൂർവമാണ്. അതിൽപ്പെട്ട ഒരാളാണ് ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആള്. ഇൽമും സിയാദത്തും ഒരുമിച്ചാൽ. മുല്ലക്കോയ തങ്ങൾ പാപ്പാക്ക് മൂന്നാമത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒന്ന് ആലിമാണ്, രണ്ട് സയ്യിദാണ്. മൂന്നാമത്തെ പ്രത്യേകത മഹാനവർകൾ അബ്ദാലന്മാരിൽപ്പെട്ട ഒരു വലിയായിരുന്നു എന്നതാണ്. ഒരിക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ അടുത്ത് കുന്നംകുളത്തുകാരായ കുറെ ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നത് മുല്ലക്കോയ തങ്ങൾ മുതൽ ശംസുൽ ഉലമ വരെ എന്ന ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. കുന്നംകുളത്തുകാരായ കുറച്ച് ആൾക്കാർ മുല്ലക്കോയ തങ്ങളെടുത്ത് ഹജ്ജിന് പോകുമ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നു. യാത്രയൊക്കെ പറഞ്ഞ് ദ്വാരന്ന് യാത്ര അയക്കുന്ന സമയത്ത് മുല്ലക്കോയ തങ്ങൾ ചോദിച്ചു, നിങ്ങളടുത്ത് തോന പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എൻ്റെ ഇവിടെ ഒരു പുതിയ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ പുതിയ അമ്മേനെയും കൂടി നിങ്ങൾ ഒന്ന് ഉംറക്ക് ഹജ്ജിന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, കൊണ്ടുപോയിക്കോളാറുണ്ട്. മുല്ലക്കോയ തങ്ങളെടുത്ത് പുതിയ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുതിയ അഹമ്മദ് ഉണ്ടാകുമ്പോൾ ഒരു പഴയ അഹമ്മദ് ഉണ്ടാവുമല്ലോ. ഉണ്ട്. പുതുവിശ്വാസിയായ ഒരു അഹമ്മദ് ഉണ്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു മുല്ലക്കോയ തങ്ങളെടുത്ത് വന്നിട്ട്. അപ്പൊ തങ്ങൾ പാപ്പ അദ്ദേഹത്തോട് ചോദിച്ചു, അനക്കെന്താ പേരിടണ്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് അഹമ്മദ് എന്ന് പേരിട്ടാ മതി പറഞ്ഞു. അപ്പൊ അവിടെ കാര്യസ്ഥനായ ഒരു അഹമ്മദ് വേറെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് അഹമ്മദും കൂടി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പുതിയ അഹമ്മദ് എന്ന് പേരിട്ടു. ഒരാൾ അഹമ്മദും ഒരാൾ പുതിയ അഹമ്മദും. ഒരാൾ പഴയ അഹമ്മദ് അല്ല, ഒരാൾ അഹമ്മദ്, ഒരാൾ പുതിയ അഹമ്മദ്. അങ്ങനെ പേരിട്ടു. എൻ്റെ പുതിയ അഹമ്മദിനെന്ത് കൊണ്ടുപോകാൻ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, കൊണ്ടുപോയിക്കോളാർ. അങ്ങനെ ഓല് കൊണ്ടുപോയി. പുതിയ അമ്മേൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. നാട്ടുകാരിങ്ങനെ ചെറിയ പൈസയൊക്കെ സംഭാവന കൊടുത്ത്, ചായ പൈസ കൊടുത്തിട്ട് പുതിയ അഹമ്മദ് പുതുവിശ്വാസിയാണ്, ഹജ്ജിന് പോയി. പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിച്ചു.
മദീനയിൽ പോയി സിയാറത്തും കഴിഞ്ഞ് കുന്നംകുളത്തുകാർ മടങ്ങിപ്പോരാനൊരുങ്ങുമ്പോ പുതിയ അഹമ്മദ് പറഞ്ഞു, ഞാൻ തൽക്കാലം നാട്ടിക്കില്ല എന്ന് പറഞ്ഞു. വലിച്ചൊണ്ടാനൊന്നും നിർവാഹമില്ലാത്തതുകൊണ്ട് ഓല് മടങ്ങി. പുതിയ അഹമ്മദ് അവിടെ പെട്ടു. കുറെ കാലം കഴിഞ്ഞ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അറക്കൽ രാജകുടുംബത്തിന്റെ കൂടെ ഹജ്ജിന് പോയി. ബോംബെയിൽ പോയി കപ്പൽ വിളിച്ച് യാത്ര ചെയ്തു. പരിശുദ്ധമായ മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ചു. മദീനയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് റൗള ഷരീഫിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാല് നിലത്ത് തട്ടാതെ സ്പീഡിൽ നടന്നുകൊണ്ട് ഒരാൾ വന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഇന്ന മനസ്സിലായോ എന്ന് ചോദിച്ചു. മുല്ലക്കോയ തങ്ങൾ വാപ്പ ചോദിച്ചു, പുതിയ അഹമ്മദ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുലംബുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി മാറ്റി അയച്ചോവർ. മൊയ്യദ്ദിമാലയിലുള്ളതാണ്. എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. പുതിയ അഹമ്മദ് പറഞ്ഞു, ഞാന് ളുഹ്ർ നിസ്കാരത്തിന് ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു. അസർ നിസ്കാരത്തിന് മദീനയിലെ പള്ളിയിലെത്താൻ വേണ്ടി വന്നതാണ്. അവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ മഗ്രിബിക്ക് മക്കയിലെ ഹറമിലേക്ക് എത്തണമെന്നുണ്ട് പറഞ്ഞു. പൊയ്ക്കോർന്നു. സലാം പറഞ്ഞ് യാത്രയായി. അതുകൊണ്ടാണ് മുല്ലക്കോയ തങ്ങൾ പാപ്പ സയ്യിദാണ്, ആലിമാണ്, അതോടൊപ്പം അബ്ദാലന്മാരിൽപ്പെട്ട ഒരു വലിയ കൂടിയായിരുന്നു. സമസ്തയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുല്ലക്കോയ തങ്ങളുടെ പ്രത്യേകത എന്താണോ അതന്നെയാണ് സമസ്തയുടെയും പ്രത്യേകത. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. എന്തിനാ നമ്മളെല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് ദാറുൻ നജാത്തിന്റെ വാർഷികത്തിന് വന്നത്? ദാറുൻ നജാത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ കെ.ടി. മാനു മുസ്ലിയാരുടെ പ്രത്യേകത എന്താണോ അതന്നെയാണ് ദാറുൻ നജാത്തിന്റെ പ്രത്യേകത. അപ്പൊ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ദാറുൻ നജാത്തിന്റെ വാർഷികത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരാൾ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയാണ്. എല്ലാ നിലയിലും തികഞ്ഞ ഒരു മനുഷ്യൻ. ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങളായ കേരളീയ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ. മാനവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മുല്ലക്കോയ തങ്ങളെ പാപ്പം മക്കളില്ല. കല്യാണം ഒന്നിലധികം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിലും മക്കളില്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വളർത്തുപുത്രനായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുകൊണ്ട് തന്നെ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ വഫാത്തിന് ശേഷം കേരളീയ മുസ്ലിം നേതൃത്വം ബാഫഖി തങ്ങളിലേക്ക് നീങ്ങി. രണ്ടാമത്തത് ദാറുൻ നജാത്ത് അനുസ്മരിക്കുന്നത് സുലൈമാ മൂല്യരാണ്. പുതിയറ സുലൈമാ മൂല്യര് അലി ഹസൻ മൂല്യരുടെ സുഹൃത്തായിരുന്നു. പുതിയറ സുലൈമാ മൂല്യര് അടിസ്ഥാനപരമായി മംഗലാപുരത്തുകാരനാണ്. പുതിയറയിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജീവിതകാലത്ത് കരുവാരക്കുണ്ടിൽ വരാറുണ്ടായിരുന്നു. ചന്തയിൽ വരും, കലം വാങ്ങും. ഒരു കലത്തുമ്പോ എറിഞ്ഞിങ്ങാണ്ട് മറ്റേ കലം ഉടക്കും. അങ്ങനെ ഉടച്ചിങ്ങാണ്ട് പറഞ്ഞതാണ് കാട് പോയി നാട് വരട്ടെ. അതാണ് ദാറുൻ നജാത്ത്. രണ്ടാമത് അനുസ്മരിക്കുന്ന ആള് മഹാനായ പുതിയറ സുലൈമാൻ മൂല്യരാണ്. ഇനി മൂന്നാമത്തെ ഒരാളുണ്ട്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നമ്മുടെ പുത്തനത്താണിക്കടുത്ത് ബാഫഖി യതീം ഖാനയും ഉണ്ടാകുന്നത്. വളവന്നൂർ ബാഫഖി യതീം ഖാനയും ഉണ്ടാകുന്നത്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരായിരുന്നു അതിന്റെ പ്രസിഡന്റ്. വളവന്നൂർ ബാഫഖി യതീം ഖാനക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. റസീവർമാരില്ലാത്ത സ്ഥാപനമാണ് വളവന്നൂർ ബാഫഖി യതീം ഖാന. അവിടെ ആവശ്യമായ ചെലവുകൾ എല്ലാ വർഷവും എങ്ങനെയൊക്കെയായി അങ്ങോട്ട് എത്തിച്ചേരുമെന്നതാണ്. ബാപ്പു മുസ്ലിയാർ പറഞ്ഞതാണ്, ഇവിടേക്ക് ആവശ്യമായതൊക്കെ ഇങ്ങോട്ട് വന്നോളും എന്ന്. വളവന്നൂർ ബാഫഖി യതീം ഖാന ബാപ്പു മുസ്ലിയാർ സ്ഥാപിച്ചു. അത് പടിഞ്ഞാറൻ മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്താണ്. ബഹുമാനപ്പെട്ട കെ.ടി. മാനു മുസ്ലിയാർ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ കാണാൻ വേണ്ടി ചെന്നപ്പോ
വാപ്പോലിയരോട് പറഞ്ഞു, കിഴക്കൻ ഏറനാട്ടിൽ മുസ്ലിങ്ങൾക്കൊരു സ്ഥാപനമൊന്നുമില്ല, പടിഞ്ഞാറൻ മലബാറിലെ നിങ്ങൾ സ്ഥാപനമുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ പുത്തനഴി ഉസ്താദ് പറഞ്ഞ ചൂടുള്ള ചായ കൊടുത്തത്. ആ ചായയാണ് ദാറുന്നജാത്ത് എന്ന് പറയുന്ന സ്ഥാപനം. ചൂട് മാത്രമല്ല ഉണ്ടായിരുന്നത്, അതിൽ ഏകദേശം പകുതി മുക്കാലോളം ചായപ്പൊടി ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണ് വാപ്പുസ്താദിന്റെ ചായ. ഈ വാപ്പുലിയുടെ പ്രത്യേകത എന്താ? ബാപ്പു മുസ്ലിയാരുടെ പ്രത്യേകത, മഹാനവറുകളുടെ വാപ്പയായ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആള് വലിയൊരു ആലിമായിരുന്നു. ഹസൻ മുസ്ലിയാർ എന്ന വാപ്പു മുസ്ലിയാരുടെ പിതാവ് നന്നേ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. മഹാനവറുകളെ തൻ്റെ മാതാവാണ് നോക്കിയത്. ബാപ്പു മുസ്ലിയാരുടെ മാതാവ് താനൂരിലെ അബ്ദുറഹ്മാൻ നക്ഷബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്ത് സ്വീകരിച്ച നക്ഷബന്ദി ത്വരീഖത്ത് നേടിയിട്ടുള്ള ആളായിരുന്നു വാപ്പു മുസ്ലിയാരുടെ ഉമ്മ എന്നുള്ളതാണ്.